am Leati Samuel of second year GNM. I am Jude from third year BSc. Now we are going to host this wonderful event. Hope this will become a memorable event for all of you. ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീ അജയ് ഘോഷ് സാറിനും ലൂണോ മേഡത്തിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതിനകത്ത് ആ സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിച്ച അതേ റോൾ തന്നെയായിരുന്നു എനിക്ക്. അതേ അനുഭവം തന്നെയാണ് പൃഥ്വിരാജ് സാർ അത് കാണിച്ചേക്കുന്നത്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. 1993 ഞാൻ എൻ്റെ സ്ഥലം വിറ്റിട്ട് സൗദി അറേബ്യയിലേക്ക് പോകുന്നത് എത്തുന്നത്. അത്രയ്ക്കുള്ളിലെ മരുഭൂമിയാണത്. അങ്ങനെ റോഡിൽ ചെന്ന് എത്തിവിട്ട് അപ്പോഴത്തേക്ക് കാലൊക്കെ പൊട്ടി ഇതായി അകപ്പാട് നാശമായി. നിങ്ങൾ പടം കണ്ടവർക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും. എല്ലാവരും പടം കണ്ടായില്ലെന്നൊന്നും എനിക്കറിയില്ല. കണ്ടവർക്കൊക്കെ അതിനെപ്പറ്റി മനസ്സിലാവും. പക്ഷെ ആ പടം എല്ലാവരും കാണണം, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ അതിനെപ്പറ്റി. ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാകത്തില്ല. അതും ഒരുപാടൊന്നും ഇല്ല പടത്തിനകത്ത്. അങ്ങനെ പിന്നെ ചാടി ഞാൻ റോഡിലെത്തി. അപ്പോൾ ആകപ്പാട് മുഷിഞ്ഞ വേറൊരു ആടിൻ്റെ ഒരു സ്മെല്ലും എല്ലായിട്ടുള്ള ഒരു മുഷിഞ്ഞ വേഷമാണ്. കുളിക്കാനോ നനയ്ക്കാനോ ഒന്നും ഇല്ല. അവിടെ 2-3 പ്രാവശ്യം ആകപ്പാട് കുളിച്ചിട്ടുള്ളൂ. അങ്ങനെ റോഡിലെത്തിയപ്പോഴപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ 5 റിയാൽ തന്നു. എന്നിട്ട് എൻ്റെ അടുക്ക പറഞ്ഞ റിയാദ് ബെത്തേന്ന് പറഞ്ഞാൽ മതി, അവിടെ മലയാളികളൊക്കെ ഉണ്ട്, അവിടെ ആയിട്ട് ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരുപാട് വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ടൊന്നും നിർത്തിയില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു അറബി എൻ്റെ കൊണ്ട് നിർത്തി തന്നു. നല്ലൊരു അറബി, ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ. എന്നിട്ട് എൻ്റെ ഒരു കുപ്പി വെള്ളം എനിക്ക് ആദ്യം തന്നു. അത് ഞാൻ കുടിച്ച് എന്നിട്ട് പറഞ്ഞ് വണ്ടിക്കകത്ത് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി കയറി ഇരുന്ന് ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിയണം. 2 മണിക്കൂറെങ്കിലും ഓടേണ്ടി വരും. ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് അയാൾ ചെക്ക് പോസ്റ്റ് ആയപ്പോൾ അയാളെ പറഞ്ഞ് വണ്ടി ഇറങ്ങി താഴെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ താഴെ ഇരുന്നാൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് കൊണ്ടുവന്ന് റിയാദ് ബത്തേൽ ഇറക്കി. അന്നേരമാണ് ഞാൻ ഗൾഫ് സൗദി അറേബ്യ ആദ്യമായിട്ട് കാണുന്നത്. അതുപോലെ ജനങ്ങൾ മണ്ണ് ചുണ്ടിടാൻ സ്ഥലമില്ലാത്ത ജനങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലുകാരൻ എന്നെ വിളിച്ച് കയറ്റി എനിക്ക് ഭക്ഷണമൊക്കെ തന്ന് വാരാഴ്ച ഭക്ഷണമൊക്കെ തന്നെ ആദ്യമായിട്ട് നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാനങ്ങ് എല്ലുപോലെ ആയി. ആകപ്പാട് മുടിയെല്ലാം വളർന്ന് ആകപ്പാട് ഒരു വികൃത രൂപമായിട്ടിരിക്കുക. പിന്നെ പെട്ടെന്ന് ആ ഹോട്ടലുകാരൻ തന്നെ പറഞ്ഞു ആരുടെയെങ്കിലും നമ്പർ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നമ്പർ കൊടുത്ത്. അപ്പോൾ അയാൾ തന്നെ ടാക്സി വിളിച്ചിട്ട് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാകുന്ന വെച്ചപ്പോൾ അവരുടെ വീട്ടിലോട്ട് കൊണ്ട് വിട്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി നമ്മളെ കൊണ്ടുപോയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെട്ടിക്കൊണ്ടുപോയി പെട്ടെന്ന് മുടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്ത് നഖമൊക്കെ മുറിച്ച് മരുന്നൊക്കെ വെച്ച് അങ്ങനെ 2-3 ദിവസം അവിടെ റൂമിൽ നിന്നിട്ട് പിന്നെ ഞാൻ പിടികൊടുത്ത്. അന്നേരമാണ് ഞാൻ എൻ്റെ ഭാര്യ പ്രസവിച്ചത് ആൺകൊച്ചായിരുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നത്. ഒരു കത്ത് കിട്ടി. വീട്ടുകാരതൊക്കെ അറിഞ്ഞ് അത് വീട്ടിൽ അയച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴാണ് പിന്നെ ആ കത്ത് കിട്ടിയവരൊക്കെ അറിയുന്നത്. ബുക്ക് വായിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനാണോ പെണ്ണോ ആണോ എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പേര് ഞാനിട്ട് എന്തായാലും തിരിച്ച് പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരുടെ റൂമിലെത്തിയപ്പോഴാണ് അവരാ പറഞ്ഞത് ഇതുപോലെ പ്രസവിച്ചൊരു ആൺകുട്ടിയായിരുന്നു. അപ്പോൾ എന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് അവരുമായിട്ട് എല്ലാം സംസാരിച്ച് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ സംസാരിച്ച് 9 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഇച്ചിരി നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ആയിരുന്നു. അവിടെ വെച്ചാണ് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ചിരി ഉഷാറാകുന്നത് ജയിലിൽ വെച്ച്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ 9 ദിവസം കഴിഞ്ഞിട്ട് ടിക്കറ്റ് നമ്മുടെ അളിയനെടുത്ത് വന്ന് അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ വന്ന് 9 ദിവസം കഴിഞ്ഞ് ബോംബെ വന്ന് ഇറങ്ങി. ബോംബെന്ന് കായംകുളത്ത് എന്തെങ്കിലും പൈസയല്ല കയ്യിൽ. പിന്നെ കായംകുളക്കാരൻ ഒരാളുണ്ടായിരുന്നു ആ പ്ലേറ്റിനകത്തുണ്ട്. അതുകൊണ്ട് അയാൾ ടിക്കറ്റ് എടുത്ത് വന്നു. ഞങ്ങൾ വാപ്പിച്ചയുടെ പേരിലൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ആടുജീവിതം നജീബ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് കണ്ണൻ ചേട്ടൻ ഷെയർ ചെയ്ത് തരും. അതൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും നാളെ ആ കുടുംബം രക്ഷപ്പെടണം എന്നുള്ള ഒരു തോന്നലുമായി ഇപ്പോഴത്തെ ഏറ്റവും നല്ല ചീഫ് ഗസ്റ്റിനെയാണ് ഈ നജീബിക്കയെ പറ്റി ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അദ്ദേഹം വേദന അനുഭവിച്ചു. ചിലരെ വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു രാജ്യത്തെത്തുന്നു, ആ വിശ്വസിക്കുന്നിടത്ത് നമുക്ക് എത്തേണ്ടവരെ എത്തിക്കുന്നില്ല. നമ്മൾ വല്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ
അങ്ങനെ